ഇത്രയും നാളായിട്ട് നമ്മൾ ഏലിയൻസിന്റെ കൂടെയാണ് ജീവിച്ചിരുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലത്തെ ഒരുപാട് ഗവേഷകർ പറഞ്ഞ ഒരു സംഭവമാണ്. ഇതിപ്പോ ഞാൻ ഈ വീഡിയോയിൽ അവര് പറയുന്ന കാര്യത്തെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇത്ര നാളായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏലിയൻസിനെ പറ്റിയിട്ട്, അതായത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളും ഞാൻ റിസർച്ച് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വർഷങ്ങളായിട്ടും ഏലിയൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു എവിഡൻസ് പബ്ലിക്കായിട്ട് നമുക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി നമുക്ക് ഇതിനായിട്ട് തന്നിട്ടുണ്ടോ? അതിനുള്ള ഉത്തരം ശരിക്കും ഇല്ല എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് ഒരുപാട് ആൾക്കാർ ഏലിയൻസിനെ കണ്ടു, UFO കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് നമുക്ക് അവിടെ ഇവിടെയും കാണാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് US തന്നെ, അതായത് അമേരിക്കയിൽ തന്നെ ഏകദേശം 10,000-ഓളം UFO സൈറ്റിങ്സ് ഓരോ വർഷം കാണുന്നുണ്ടെന്നാണ്. 10,000 UFO സൈറ്റിങ്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഒരു എയർപോർട്ടിന്റെ മുകളിൽ ഒരു UFO ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, അത് പട്ടാപ്പകല്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരുപാട് വിഷ്വൽസ്, അതായത് ഒരുപാട് ക്യാമറാസ് നമ്മുടെ ഉണ്ടല്ലോ, അപ്പൊ ഒരുപാട് വിഷ്വൽസ് നമുക്ക് അതിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഇത് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ആകെ കിട്ടേക്കുന്നത് എന്താ, വളരെ ബ്ലർ ആയിട്ടുള്ള, വളരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഫോട്ടോസ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ UFOനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോ ഈ UFO ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഒരു നമ്പർ 1 കോൺസ്പിറസി തിയറി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല, അല്ലേ? അതായത് അവരങ്ങനെ കണ്ടു, അവരിങ്ങനെ കണ്ടു, ഇത് അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷെ ഇതിൽ ഏതാണ് റിയൽ, ഏതാണ് ഫേക്ക് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുവരെയായിട്ടും അത് ഇതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഇതുവരെയായിട്ട് നമുക്ക് ആർക്കും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ UFO ശരിക്കും ഉള്ളതാണോ, ഏലിയൻസ് ശരിക്കും ഉള്ളതാണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഏലിയൻസ് ശരിക്കുള്ള സംഭവം എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഭൂമിയിൽ ഇത്തരം വർഷങ്ങൾ കൊണ്ട് ലൈഫ് ഇവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേ സിറ്റുവേഷൻ തന്നെയുള്ള വേറൊരു പ്ലാനറ്റ് എന്തായാലും ഉണ്ട്. എത്രയോ ട്രില്യൺ പ്ലാനറ്റ്സ് നമ്മുടെ ഗാലക്സി തന്നെയുണ്ട്, നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ഹാബിറ്റബിൾ ആയിട്ടുള്ളത്, അല്ലെ? അപ്പോൾ ഇത്തരം പ്ലാനറ്റ്സിൽ ഒരു പ്ലാനറ്റിലെങ്കിലും നമ്മുടെ ഭൂമിയെ പോലെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ലേ? അത് നമ്മളിപ്പോ ഏകദേശം 3000 വർഷങ്ങളായിട്ടുള്ളൂ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ വന്നിട്ട്, മനുഷ്യര് അത്രയും വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഈ 3000 വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫോൺ ഉണ്ട്, ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന, അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ടെക്നോളജി, നമ്മൾ വേൾഡ് മുഴുവൻ ഇപ്പൊ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അത്ര നല്ല ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ജീവികളാണ് ശരിക്കും നമ്മൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളേലും ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടെങ്കിലോ അവർക്ക് നമ്മളേലും കൂടുതൽ യൂണിവേഴ്സിനെ പറ്റി നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതായത് വേം ഹോൾസ്, ടൈം ട്രാവൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് ശരിക്കും നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ അത് നടത്തിയെടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു ടെക്നോളജിയുടെ ഒരു പ്രിമിറ്റീവ് സ്റ്റേജിലാണ് ശരിക്കും നമ്മൾ നിൽക്കുന്നത്. ഈ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു പ്രിമിറ്റീവ് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര നാളെ നമ്മൾ ഈ ഫോണൊക്കെ കണ്ടുപിടിച്ചിട്ട് 2007 ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കൊണ്ടുവന്നത്. അന്ന് തൊട്ട് ഇത്ര നാളായിട്ട് നമ്മൾ ഇതേ ടെംപ്ലേറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? ഈ ഇടയ്ക്കാണ് ഫോൾഡിംഗ് ഫോണൊക്കെ ഇറങ്ങിയത്. ഫോണിന്റെ കാര്യം ഇതായിട്ട് നമുക്ക് യാതൊരു രീതിയിൽ ബന്ധപ്പെടുത്താനും പറ്റൂല. പക്ഷേ ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തായിരുന്നു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ കാറില്ല, ജസ്റ്റ് കാറുകൾ വന്നു തുടങ്ങണുള്ളൂ. അതായത് 1927 തോന്നുന്നു നമ്മുടെ ലോകത്തിലത്തെ ആദ്യത്തെ ഒരു കാർ എന്ന് പറയുന്ന ഒരു മോഡൽ ഇറങ്ങിയത്. ഓക്കെ, അതായത് ഫോർഡിന്റെ മോഡൽ ടി എന്ന് പറഞ്ഞ കാർ ഇറങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ ഈ റോഡിലൊക്കെ കാണുന്ന കാറുകൾ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്, അല്ലെ? അതായത് കേവലം കുറച്ച് വർഷങ്ങളായിട്ടുള്ള നമ്മൾ ഈ കണ്ട ഈ സിറ്റുവേഷനും, അതായത് ഈ ഫ്ലാറ്റ് സ്ക്രീൻ TV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ട്, അല്ലെ? അതായത് നമ്മളിപ്പോ ഇവിടുന്ന് ഒരു 500 വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കും, നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോ നമ്മളിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സ്പേസ് ട്രാവലൊക്കെ വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെ? നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ ഇപ്പൊ തന്നെ ഒരു റോക്കറ്റ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് വെറും 20-22 വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ മൂണിൽ പോയത്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഈ കണ്ട സാറ്റലൈറ്റുകളും ഈ കണ്ട ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 500 വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ആ ഒരു ടെക്നോളജി എന്തോരം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ആയിരിക്കില്ല ഈ ഏലിയൻസിന്റെ കാര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ നമ്മളെ പോലെ ബയോളജിക്കൽ ലിവിങ് ഓർഗാനിസംസ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എവല്യൂഷൻസ് ഫോം ആയിരിക്കും, എന്തെങ്കിലും ഒരു സ്പീഷീസ് ആയിരിക്കും. അത് നമ്മളെ പോലെ ഇങ്ങനെ സെല്ലുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കാം. ഓക്കെ, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇന്റലിജൻസ് ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കുന്ന ഇന്റലിജൻസ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസും ആവാം.
ഓക്കെ. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടുന്ന് മാഞ്ഞു പോയിട്ട് മറ്റിടത്ത് നിന്ന് പ്രതീക്ഷപ്പെടാം. അതായത് ഡയമെൻഷൻ ആയിട്ട് ഇങ്ങനെ കളിക്കുന്ന ചില എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതായത് അവർക്ക് മൾട്ടി ഡയമെൻഷനിലായിട്ട്, നമുക്കിപ്പോ 3 ഡയമെൻഷനിൽ ഇപ്പൊ കാണാൻ പറ്റുള്ളൂ. അവർക്കൊക്കെ വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻ, അതായത് നമ്മളിപ്പോ ജീവിക്കുന്ന ഡയമെൻഷനേക്കാളും ഹയർ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു സ്പീഷീസ് ആയിരിക്കാം. അങ്ങനെ എത്തിപ്പെടാൻ കാരണം അവരെ ടെക്നോളജി ആയിരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഏലിയൻസിനെ സ്പോട്ട് ചെയ്തു അതിനെ പറ്റിയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കോൺസ്പിറസി തിയറീസ്, ഗവൺമെന്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഹൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ മെനഞ്ഞെടുക്കുന്ന കണ്ടന്റ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു സോളിഡ് എവിഡൻസ്, അതായത് ഏലിയൻസ് ഇവിടെ നിന്നാണ് വരുന്നത്, അതായത് അവർ ഈ ഒരു പ്ലാനറ്റ്സിൽ നിന്നൊക്കെയാണ് വരുന്നത്, ഇന്ന പ്ലാനറ്റ്സ് ഒക്കെ ഇഷ്ടംമാരെ നമ്മൾ കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ട്, അതിനുള്ള ടെക്നോളജി നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സോളിഡ് എവിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് കോൺഫിഡന്റ് ആയിട്ട് എനിക്കും മറ്റുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇല്ലാടത്തോളം കാലം ഈ കാര്യങ്ങളൊക്കെ, അതായത് നമ്മളിങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അത് എന്താന്നുള്ള കാര്യം പോലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഇത് ഏലിയൻ ആണോ എന്ന് തന്നെ നമുക്കൊരു ഉറപ്പിക്കാനും പറ്റൂല, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തന്നെ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും, ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലേ? അതിന്റെ ഇടയ്ക്കാണ് എന്തെങ്കിലും ഒരു കാര്യം കേട്ടെന്ന് വിചാരിച്ചു, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലത്തെ ആൾക്കാർ ഇങ്ങനെ പറയുകയാണ്, അതായത് നമ്മുടെ ലോകത്തില് നമ്മള് ഏലിയൻസ് ആയിട്ട് ഇങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതിനാണ് ശരിക്കും ന്യൂട്രൽ എൻകൗണ്ടർ എന്ന് പറയുന്നത്. അതായത് ഏലിയൻസ് നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് വെച്ചോ, നമ്മൾ അവര് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല, പക്ഷെ അവർ നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ശരിക്കും ന്യൂട്രൽ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ. ഏലിയൻ എൻകൗണ്ടേഴ്സിന്റെ 3-ൽ ഒരു ഫാക്ടറാണ് ഞാനിപ്പോ പറഞ്ഞത്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് UFO സൈറ്റിങ്സും ഒരുപാട് ഏലിയൻസിനെ കണ്ടു എന്നൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു പെർഫെക്റ്റ് ഉത്തരവായിരിക്കും ഈ ന്യൂട്രൽ എൻകൗണ്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമി ഭയങ്കര വലിയൊരു സ്ഥലമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ 70% വെള്ളമാണ്. ആലോചിക്കുക, 70% വെള്ളമാണ്. ഈ ഓഷ്യൻസിന്റെ അടിഭാഗം നമ്മൾ എത്രയോ ശതമാനം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, എത്രയോ 90% സംതിങ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതിന്റെ അടിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള സ്പീഷീസ് നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാൻ കിടക്കുന്നു, ഒന്നും തന്നെ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഓഷ്യൻസിന്റെ ഡെപ്തിലോട്ട് പോകും തോറും അതിന്റെ പ്രഷർ, വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ആണ്. ഓക്കെ. അപ്പൊ അതിന്റെ അടിയിലേക്ക് പോകും തോറും ആ ഒരു വെസൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ അത്രയ്ക്ക് എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും ഡെപ്തിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ ലൈറ്റിങ്ങും വളരെ കുറവാണ്. അതായത് ഓരോ കിലോമീറ്ററും നമ്മൾ ഈ വെള്ളത്തിന്റെ അടിയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നവരും എത്ര പകലാണെങ്കിലും അതിനെ ഇരുണ്ട് കംപ്ലീറ്റ്ലി പിച്ച് ബ്ലാക്ക് ആയിട്ട് മാറും. ചില മീനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഒക്കെ ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഓർഗാനിസംസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ ഒരു യൂസ് എന്താ വെച്ചാൽ ഇത്രയും ഡീപ്പായിട്ടുള്ള, ഇത്രയും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു എവല്യൂഷൻ ഫോം മാത്രമാണ് ആ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് മറ്റുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ഈ ലൈറ്റിനോട് അട്രാക്ട് ആവുകയും അതിനെ ഈ ഒരു മീൻ വന്ന് കഴിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ വളരെ വിചിത്രമായ സർവൈവൽ എവല്യൂഷനാണ് ശരിക്കും നമ്മുടെ അണ്ടർ വാട്ടർ ഡെപ്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത്രയും ഡെപ്തില് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈലി അഡ്വാൻസ് സിവിലൈസേഷൻ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ വെള്ളത്തിന്റെ അടിയിൽ ജീവിക്കുന്നില്ല എന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? അവർ നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ ഭൂമി തന്നെ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ സിവിലൈസേഷൻ നമ്മുടെ ഒപ്പം തന്നെ വെള്ളത്തിന്റെ ഡെപ്തിൽ, അതായത് പസഫിക് ഓഷന്റെ ഡെപ്തിലാവട്ടെ എവിടെയെങ്കിലും ജീവിച്ച് വരുന്നില്ല എന്ന് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. കാരണം വെള്ളത്തിന്റെ അകത്തുനിന്ന് UFO പോലത്തെ എന്തോ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ഒക്കെ ഇങ്ങനെ പൊങ്ങി നേരെ അന്തരീക്ഷത്തിലേക്ക് പോയി സ്പേസിലേക്ക് പോകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടവരുണ്ട്. അത് സ്പെക്കുലേഷൻസ് മാത്രമല്ല, ഇത് നേവിക്കാരാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഈ ഒരു നേവി സംഭവത്തിൽ, അതായത് നേവൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു എൻകൗണ്ടർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാന്നല്ല, അവർക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് മേലേക്ക് അയക്കണം എന്നുള്ള എന്തൊരു സംഭവം ഉണ്ട് അവർക്ക്. അപ്പോ ഇതിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത്. അതായത്
അവര് ഒരു സബ്മറൈനിൽ വെച്ചിട്ട്, അതായത് ഈ നേവി ഓഫീസേഴ്സ് സബ്മറൈനിൽ വെച്ചിട്ടും കപ്പലിലൊക്കെ വെച്ചിട്ടും ഇതേപോലത്തുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഉയർന്ന് നേരെ മുകളിലോട്ട് പോകുന്നതായിട്ടൊക്കെ അവർക്ക് കാണാൻ പറ്റും. അതും ഇന്നും നിലവന്നല്ല കേട്ടോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെ പയ്യെ പറക്കുന്ന പ്ലെയിനും ഇങ്ങനെ ജസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ കണ്ടുപിടിച്ചു വരുന്ന ആ ഒരു സമയത്താണ് ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കണ്ടത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളേലും കൂടുതൽ എത്രയോ വർഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആയിരിക്കും അവർ, ഉറപ്പാണ്. കാരണം പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി മുളച്ചിട്ട് അവർക്ക് ഒരു 10 വർഷം കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലേ? നമ്മളിപ്പോ 10,000 വർഷങ്ങൾ ജീവിച്ചു വന്നിട്ട് നമ്മൾ ഈ ഇടക്കാലത്താണ് നമ്മൾ ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അതിലേക്ക് നമ്മൾ വന്നു തുടങ്ങിയത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് 1700-കളിലാണ് സംഭവിച്ചത്. ഓക്കെ, 1700-കൾ തൊട്ട് 1840 വരെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ മെഷീൻസ് ഉപയോഗിച്ച് നമ്മൾ ഓരോരോ ഗുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതിനാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അതിനെ പറ്റി ഡൗട്ട് വേണ്ട. അപ്പോൾ നമ്മൾ അത് ഈ അടുത്താണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നാലോചിക്കേ. അപ്പോ ഇവര് ഈ പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റും, അതായത് ഗ്രാവിറ്റി യാതൊരു പ്രശ്നമല്ല, ഒരു ഗ്രാവിറ്റിനെ യാതൊരു മൈൻഡ് പോലും ചെയ്യാത്ത തരത്തിലുള്ള ടെക്നോളജി ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ വെള്ളത്തിനടിയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ലൈറ്റ്നിങ് സ്പീഡിൽ പോകുന്ന തരത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് അവരുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, വെള്ളത്തിന്റെ അടിയിൽ ഇത്ര ഒരു നമ്മുടെ ഇപ്പോഴും അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് വെള്ളത്തിന്റെ അടിയിൽ പോകുന്ന ഒരു ക്രാഫ്റ്റിന് പോകണമെങ്കിൽ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളത്തിന് ഡ്രാഗും കാര്യങ്ങളൊക്കെ വരും. ഫിസിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ വെള്ളത്തിന് ഡ്രാഗ് കാരണം ആ വെഹിക്കിളിന് പോണേന് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അത് എത്രയും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, അത് ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതി കാണിക്കാം. അപ്പോ ഈ സ്പേസ് ക്രാഫ്റ്റ് ഈ എയറിൽ കൂടെ പോകുന്ന അതേ സ്പീഡിൽ തന്നെയാണ് വെള്ളത്തിന്റെ അടിയിൽ കൂടെയും പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, അവർ എന്ത് തരത്തിലുള്ള ഒരു ടെക്നോളജി ആയിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ചിലപ്പോ നമ്മളിപ്പോ ഒരുപാട് നാളായിട്ട് അന്വേഷിച്ചെടുക്കുന്ന ആന്റി മാറ്ററും ഈ പറയുന്ന എക്സോട്ടിക് എലിമെന്റ്സും കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയമെൻഷനൊക്കെ 3 ഡയമെൻഷനല്ല ശരിക്കും നമ്മൾ കാണുന്നത്. അവർ അതും കൂടാണ്ട് വേറൊരു ഡയമെൻഷനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 3 ഡയമെൻഷനിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പോ ഒരു കണക്കിന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലത്തെ ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു സ്പെക്കുലേഷൻ, അതായത് ഇവരിങ്ങനെ നമ്മുടെ കൂടെ തന്നെ ഒരു ഏലിയൻ സിവിലൈസേഷൻ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു സ്പെക്കുലേഷൻ നമുക്ക് യാതൊരു രീതിയിൽ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ ഏലിയൻസിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര്, ഒരു 10-15ഓളം ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താ സംഭവം അറിയാം, അവർ ഈ മേഘത്തിൽ ഇങ്ങനെ ലൈറ്റ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ റീൽസ് എന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ റീൽസ് എടുത്ത ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ച് മലയാളികളാണ്, ഇവിടെ ഇന്ത്യയിലല്ല വേറെ എവിടെയാണ്. ഇതിന്റെ വിഷ്വൽസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഈ സംഭവം ശരിക്കും എന്താണെന്നറിയോ, ഇത് ഏലിയൻസോ UFO കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മൾ ഈ ഉത്സവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാനമേളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലുള്ള ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിങ്ങനെ ഒരു ഷോ ലൈറ്റ് എന്നൊക്കെയാണ് എനിക്ക് എന്റെ കറക്റ്റ് പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കുക. അപ്പൊ ആ ലൈറ്റ് ഈ ആകാശത്തേക്ക് ഇങ്ങനെ അടിക്കും. അപ്പൊ ഈ ലൈറ്റ് ആകാശത്തേക്ക് അടിക്കുമ്പോൾ ആ ലൈറ്റ് മേഘത്തിൽ വന്ന് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ശരിക്കും നമ്മൾ കാണുന്നത്. അതായത് ഈ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്തൊരു പാറ്റേണിലാണ് ഇതിന്റെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാത്ത ഒരു ഷോ ലൈറ്റ് ആണെന്നുള്ളത്. പക്ഷെ അത് ഒട്ടുമിക്കവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. അത് ശരിക്കും UFO അല്ല, അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ, അത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് UFO എന്ന് വിശ്വസിച്ചിട്ട് ആൾക്കാർ അത് റീൽസ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നി. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഹാർവർഡ് യൂണിവേഴ്സിറ്റി പറയുന്ന ആ ഒരു സ്പെക്കുലേഷൻ, ഓക്കെ, അവർ പറയുന്ന ഒരു സ്പെക്കുലേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിന്റെ ചില റീസൺസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വേൾഡില് ഒരുപാട് UFO സൈറ്റിങ്സ് നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു 50% ഫേക്ക് ആണെന്ന് വിചാരിക്കാം, ഒരു 50% റിയൽ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ വിചാരിക്കാം. ഈ 50%-ൽ മെജോറിറ്റി ഓഫ് UFO സൈറ്റിങ്സ് നമ്മൾ കണ്ടുവരുന്നത് ഈ വെള്ളത്തിന്റെ അടിയിൽ കൂടെ സംഭവം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നതും വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും. പിന്നെ ഞാൻ പറഞ്ഞുതരാം,
ഈ ഇടിമിന്നലൊക്കെ സംഭവിക്കില്ലേ, ഇടിമിന്നൽ, തണ്ടർ സ്റ്റോം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഏലിയൻസും UFO പോലത്തെ എന്തൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ പോകുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല വോൾക്കാനിക് ഇറപ്ഷൻസ്, അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. വോൾക്കാനിക് ഇറപ്ഷൻസിന്റെ അകത്തുകൂടെ സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ ഇങ്ങനെ കയറി പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അകത്തൂടെ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ അറിയാം, ഇവര് ശരിക്കും നേച്ചറിൽ നിന്ന് എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇടിമിന്നലത്തെ എനർജി എന്ന് പറയുന്നത് എത്ര വോൾട്ടാന്ന് എനിക്കറിയില്ല, എത്ര കറണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ സംഭവം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഈ എനർജീനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഇവരുടെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇവർ ഈ ഇടിമിന്നലിന്റെ അടുത്തും ഈ തണ്ടർ സ്റ്റോമിന്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നത്. കാരണം ഇവർക്ക് സർവൈവ് ചെയ്യാൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ടെക്നോളജി വേണമായിരിക്കുമല്ലോ. അവർക്ക് ഇങ്ങനത്തെ ഒരു എനർജി നേച്ചറിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ എന്തായാലും അവർ എടുത്തിരിക്കില്ലേ. അതുപോലെ തന്നെ ഈ വോൾക്കാനിക് ഇറപ്ഷൻസിന്റെ അകത്തുനിന്ന് ഈ തെർമൽ എനർജി അവർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ഈ വോൾക്കാനോട് അടുത്തൊക്കെ പോവുകയും അതിന്റെ അകത്തൂടെ കയറി പോവുകയും ചെയ്യുന്നത്, അല്ലേ? അപ്പോ അതേപോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവർ നമ്മുടെ ഹ്യൂമൻസിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അവരുടെ ഒരു ഒളിത്താവളം ശരിക്കും വെള്ളത്തിന്റെ അടിയിലായിരിക്കാം. അതായത് അവരിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതായത് ഇത്രയും വർഷങ്ങളായിട്ട് അവർ ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്നതല്ലേ, അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഹ്യൂമൻസിന്റെ ടെക്നോളജി ഇത്രയേ ഉള്ളൂ, അവർക്ക് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകാനുള്ള ആ ഒരു ടെക്നിക്ക് ഇതുവരെയായിട്ടും അവർ അക്വയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും വർഷത്തേക്ക് നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമ്മളെ സ്പോട്ട് ചെയ്യില്ലെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. കൺസിഡർ ചെയ്യാം, നമ്മുടെ ഭൂമി ഭയങ്കര വലിയൊരു സംഭവമാണ്. അതിന് ചെറിയ സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇങ്ങനെ എത്ര അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഭൂമിയിൽ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ വന്ന് ഇപ്പോൾ ഒരു തമ്പടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു സഹാറ ഡെസേർട്ടിന്റെ നടുക്ക് വന്നിട്ട്, ഓക്കെ, വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസ് ആണ്, കിലോമീറ്റർ കണക്കിന് ദൂരത്ത് അവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് റിമോട്ട് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അവിടെ വന്നിട്ട് ഇപ്പൊ ഒരു UFO വന്നിട്ട് അവിടെ നിന്നിട്ട് അവർ കുറച്ച് ഏലിയൻസ് ഒക്കെ അവിടെ ഇറങ്ങി ഇങ്ങനെയൊക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റുമത്. ഞാൻ ഇപ്പൊ ഒരു കോമിക്കൽ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, നമുക്ക് അറിയാൻ പറ്റും അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നിന്നുള്ളത്. പറ്റില്ല, വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിലും അതും വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു സംഭവമാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ സംഭവിച്ചാൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഗവേഷകർ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല, അല്ലെ? ഇപ്പൊ നമ്മുടെ എവിഡൻസ് ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ നമ്മൾക്കല്ലേ അറിയുള്ളൂ, പബ്ലിക്കിലല്ലേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ചിലപ്പോൾ അവരുടെ ഉണ്ടെങ്കിലോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിനോട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇത്ര നാളിങ്ങനെ കൊടുത്തോണ്ടിരുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു സീക്രട്ട് അവരുടെ ഉണ്ടാവില്ലേ? അതും പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ കോൺസ്പിറസി തിയറി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. ശരിയായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കിപ്പോ ഒരു കാര്യം അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലെന്ന് തന്നെ പറയും. ഓക്കെ, നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എനിക്കും ബുദ്ധിയുണ്ട്, നിങ്ങൾക്കും ബുദ്ധിയുണ്ട്. നമ്മുടെ തലയിൽ ഉദിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞത്. ഇതൊക്കെ ശരിക്കും ഉള്ള കാര്യങ്ങളായിരിക്കാം, ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ നമ്മള് തിയറീസ് ആണ് ശരിക്കും പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ. ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ ഒരു തിയറിയാണ്. ഈ വേം ഹോൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു തിയറിയാണ്. ബ്ലാക്ക് ഹോൾസ് തിയറി ആയിരുന്നു, അതിപ്പോ റിയാലിറ്റിയാണ്. ടൈം ട്രാവൽ ഇപ്പൊ ഒരു തിയറിയാണ്. എല്ലാം ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ ബിലീഫിനേലപ്പുറം ചിലപ്പോൾ ഒരു റിയാലിറ്റി ചിലപ്പോൾ അവിടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. ഇതിനെപ്പറ്റി നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോ ഒരു കാര്യം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയില്ല എന്ന് തുറന്നു പറയുന്നതാണ് ശരിക്കും ഉചിതമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് കണ്ടോ, അത് കണ്ടോ, ഇതിനെ പറ്റിയിട്ട് എന്താണ് ബ്രോഡ് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ അടുത്ത് തന്നെ ഒരുപാട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് നിന്ന് എനിക്ക് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. മലയാളീസ് വേൾഡ് മൊത്തം ഉണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോ അവർക്കൊക്കെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത്. അതിനിടയ്ക്കാണ് ഈ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു സ്പെക്കുലേഷനും കൂടി ഞാൻ വായിച്ചത്. ഓക്കെ, അപ്പൊ അതും കൂടി കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. കാരണം കുറച്ചധികം നാളെ ഞാൻ ഏലിയൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷൻ ആണ് ഈ എവിഡൻസ് ഇല്ലായ്മയും കാര്യങ്ങളൊക്കെ. നമ്മുടെ ലിമിറ്റേഷൻ, പബ്ലിക്കിന്റെ ലിമിറ്റേഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഗവൺമെന്റിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അവരെന്താണ് കാണിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻ ആണ് ഈ എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഗവൺമെന്റ് എന്ന് ഞാൻ പറയുന്നത് പല ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. ഈ പറയുന്ന UFOസിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ മാത്രം ഒരുപാട് ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഇടയിൽ എന്തൊക്കെ ഫയൽസ് അവരെന്തൊക്കെ കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു UFO ക്രാഷ് ചെയ്തിട്ട് അതിന്റെ ബോഡി നമ്മൾ റിക്കവർ ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അത്
1980 60-കളിലാട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു വീഡിയോ പോലും ഞാൻ അതിനെ പറ്റി ചെയ്തിട്ടില്ല. കാരണം ഡേറ്റ് ഇല്ലാണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് അതിനകത്ത് ഉള്ളതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ അറ്റ് പ്രസന്റ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. ഏലിയൻസ് എന്താണെന്നറിയില്ല, അവരുടെ ഉദ്ദേശം എന്താണെന്നറിയില്ല, അവരിപ്പോൾ നമ്മുടെ കൂടെ കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. അത് ജസ്റ്റ് സ്പെക്കുലേഷൻ മാത്രമാണ്. നമ്മൾ ഈ കണ്ടുവരുന്ന ഈ ആകാശത്തൊക്കെ ഇങ്ങനെ കണ്ടുവരുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല, അൺനോൺ ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതായത് നമ്മൾ കാണുന്ന വിഷ്വൽസ് ഇല്ലേ, നമ്മൾ കാണുന്ന ലൈറ്റ് സ്പെക്ട്രം ഉണ്ട്, വിബ്ജോർ എന്ന് പറഞ്ഞ ലൈറ്റ് സ്പെക്ട്രം ഉണ്ട് അല്ലെ. അതല്ലാണ്ട് ഇൻഫ്രാറെഡിലുള്ള സംഭവം നമുക്ക് നമ്മുടെ കണ്ണിലൂടെ കാണാൻ പറ്റില്ല. ഓക്കെ, IR ഇൻഫ്രാറെഡ് എന്നുള്ള ഒരു സ്പെക്ട്രം നമുക്ക് നമ്മുടെ കണ്ണിലൂടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇൻഫ്രാറെഡ് ക്യാമറ, അതായത് ഇപ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് നമ്മൾ റിമോട്ട് ഇങ്ങനെ ഓൺ ചെയ്തെന്ന് വിചാരിച്ചോ, ആ ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മുടെ ഫോണിന്റെ അകത്ത് നമുക്ക് ആ ഒരു നീല കളർ ലൈറ്റ്, ഒരു ബ്ലൂ കളർ ഹ്യൂ നമുക്ക് ആ LED കാണാൻ പറ്റും. പക്ഷെ ആ റിമോട്ട് എടുത്ത് നമ്മളിങ്ങനെ ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല. IR റിമോട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ? നമ്മുടെ കണ്ണിന് ഇൻഫ്രാറെഡ് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ക്യാമറാസും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഫോണിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇൻഫ്രാറെഡ് ക്യാമറാസ് ഉണ്ട്. അപ്പൊ ഇൻഫ്രാറെഡ് ക്യാമറാസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് നമുക്കുണ്ട്. അതായത് സ്പേസിൽ വെച്ച് സംഭവിച്ച ഒരുപാട് വിഷ്വൽസ് നമുക്കുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, എക്സിസ്റ്റൻസിൽ നിന്നില്ല, അതായത് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു സംഭവം ഇങ്ങനെ പ്രതീക്ഷപ്പെടുന്നു. അതിങ്ങനെ വളരെ റാൻഡം ആയിട്ട് ഇങ്ങനെ പോവുകയല്ല, അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പാത്തിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. അത് അപ്പൊ തന്നെ ഇല്ലാണ്ടാവുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് അതേ സാധനം തന്നെ ഇങ്ങനെ പ്രതീക്ഷപ്പെടുന്നു, അത് ഇല്ലാണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇവരിപ്പോ ഒരു അഡ്വാൻസ്ഡ് ബീയിങ് ആണെങ്കിൽ നമ്മളിൽ എന്തോരം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇവർ ഇത്ര അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഇവർക്ക് നമ്മുടെ ഭൂമിനെ കയ്യേറണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇതേ തിങ്കിങ് തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് ആലോചിച്ചിട്ടുണ്ട്, ഒരുപാട് കഥാകൃത്തുകളൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് മൂവീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിഡേറ്റർ എന്നൊക്കെ പറഞ്ഞ മൂവീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള, ഇതിന്റെയൊക്കെ മെയിൻ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത്, അവര് നമ്മളിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഭൂമിയെ കയ്യേറാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ആണ് ശരിക്കും ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ റിയാലിറ്റി എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് ഒരുപാട് സ്പെക്കുലേഷൻസും ബ്ലർഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസും മാത്രമാണ്. ഇതും വെച്ചുകൊണ്ട് നമുക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഈ ഒരു സംഭവം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് ആൾക്കാർ മാധ്യമം തന്നെ ഞാൻ പറയുന്നത്, അത് പറയണ്ടെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷെ ഒരുപാട് ന്യൂസ് ചാനൽസ് ഞാൻ ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവന്നാൽ അവരപ്പം തന്നെ പൊക്കിക്കൊണ്ടുവരും. എന്താണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും പോലും അവർ എക്സ്പ്ലെയിൻ ചെയ്യില്ല. വെറുതെ അതാണ് ഇതാണ് ഈ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എത്ര പേരാണെന്ന് അറിയുമ്പോൾ അതൊക്കെ കാണുന്നത് അവരെന്തിന് ഈ തരത്തിലുള്ള കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. എനിക്ക് അവരായിട്ട് യാതൊരു ദേഷ്യം യാതൊരു ഇതും ഇല്ല. പക്ഷെ എനിക്കിതിവിടെ പറയണം തോന്നി. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഒരു സാധനം ഇട്ടിട്ടുണ്ടായി. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നാണ്. കാരണം ഒരു 59ഓളം കമന്റ് ആ വീഡിയോനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് മുഴുവനും ഈ വീഡിയോ ഏതെങ്കിലും ഒരു നോർമൽ വീഡിയോയുടെ അവസാനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്ത് വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കരയിൽ പറയാത്തത്. അപ്പൊ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. പിന്നെ സെക്കൻഡ് ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം റെസ്പോൺസ് ഒക്കെ ഉണ്ട്. ഇത്ര വ്യൂസ് കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. അധികം വ്യൂസ് ഒന്നും ഇല്ല, പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് ചാനൽ എന്ന നിലയിൽ ഇത്ര വ്യൂസ് കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.